എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെ ആരാ വിളിക്കുന്നത് എന്നാ ചില ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിളിച്ച ശിർക്കാവൂലേ? ശിർക്കാവൂലേ? വിളിക്കുന്നത് ആരാണ്? ഇനി അങ്ങനെ ഒരാളും വിളിക്കുന്നില്ല എന്നൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാന്യ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി വളരെ വ്യക്തമായി തന്നെ കേൾപ്പിച്ചു തരാം. മുസ്ലിം ജിന്നിനെ തന്നെ വിളിക്കുന്നവർ എവിടെ? ഇതുപോലെ വെള്ളത്തിൽ പോകുമ്പോ, കടലിൽ പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ജോലി കിട്ടുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഹാർബറുണ്ട്. ഹാർബറിൽ സ്ഥിരമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇവിടുത്തെ ഈ ജിന്നിന്റെ സഹായത്താൽ ജോലിയും ഇതൊക്കെ കിട്ടുന്നുണ്ട്. അവര് നല്ല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുന്നു. അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ട് പറയും. അപ്പൊ അവർക്ക് അത് ചിലപ്പോ ഗുണമുണ്ടായിരിക്കാം. എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ഇപ്പൊ കുറച്ച് നാൾ 2 വർഷത്തോളം പണിയില്ലാണ്ട് നടന്നിരുന്നാണ്. അപ്പൊ യൂണിയനില് അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇവിടെ ഹാർബറിലെ യൂണിയനില് അപ്പൊ ഞാൻ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലൊക്കെ കിട്ടി. കടലിന്റെ കനിവ് തേടി പോകുന്നവരുടെ ആശ്രയവും ഈ ജിന്ന് തന്നെ. ഏത് കടൽക്കോളിൽ നിന്നും തങ്ങളെ രക്ഷിച്ച് കരയ്ക്കെത്തിക്കുന്ന ശക്തിയാണിതെന്നും മത്സ്യത്തൊഴിലാളികൾ വിശ്വസിക്കുന്നു. ഞാൻ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കും, ഫിഷിംഗ് ബോട്ടിൽ പോണ ആളാണ്. അപ്പോ 1 മാസം മുന്നേ അഴിമുഖത്ത് ബോട്ട് വട്ടണം വീഴാന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബോട്ട് വട്ടണം വീഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടണം വീണ് കഴിഞ്ഞാൽ തടി കിട്ടാൻ വലിയ കഷ്ടമാണ്. അപ്പൊ എല്ലാവരും ദൈവങ്ങളെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് വിളിക്കാൻ പറ്റുന്ന ദൈവങ്ങളില്ല. അപ്പൊ ഞാൻ ജന്നേന്ന് വിളിച്ചു. അപ്പൊ എല്ലാവരും ദൈവങ്ങളെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് വിളിക്കാൻ പറ്റുന്ന ദൈവങ്ങളില്ല. അപ്പൊ ഞാൻ ജന്നേന്ന് വിളിച്ചു. അപ്പൊ ജന്ന് വന്നവന്റെ പേരാണെന്ന് എനിക്കല്ല, പക്ഷെ ഞാൻ വിളിച്ച ജിന്നിനെയാണ്. ബോട്ട് നേരെ കാറ്റും കോളിലൊക്കെ പെട്ടിട്ടുണ്ട്. പിന്നെ കടല് കൂടുതലുള്ള ടൈമിലൊക്കെ വളരെയധികം കഷ്ടപ്പെടാറൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സമയങ്ങളിൽ ജിന്നി സഹായിക്കാറുണ്ടോ? ജിന്നിനെ ഞങ്ങൾ വിളിക്കാറുണ്ട്, സഹായിക്കും.